ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ ഇതിന്? അതായത് ഡോഗ്സിന് നമുക്കിപ്പം സാരി കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ 5 ലക്ഷം രൂപയുടെ സാരി വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഡ്രസ്സിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം, നല്ല പൈസ ഉള്ളവർ. അവർ സാറിന് ചിലപ്പം 500 രൂപ സാരി കൊടുക്കും. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ അസ്. നമുക്ക് പട്ടിയെ എങ്ങനെ വളർത്താം? സാധാരണ ഫുഡ് കൊടുത്ത് വളർത്താം, എക്സ്പെൻസീവ് ഫുഡ് കൊടുത്ത് വളർത്താം. അതുപോലെ ചേച്ചിയാണെങ്കിലും ഇപ്പം ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഫാമിലി മെമ്പർ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആണ്. അതാണ് ഞാൻ പറയാം, ഫാമിലി മെമ്പർ പോണ പോലെ അല്ല, ഫാമിലി മെമ്പർ തന്നെയാണ്. നമുക്കിതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ എക്സ്പെൻസ് നമുക്ക് കുറച്ച് ഹയർ സൈഡ് ആയിരിക്കും. യൂഷ്വലി ചിലര് ഇതിൽ നിന്നൊരു ബിസിനസ്, ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് ആ പൈസ തന്നെ അവർക്ക് വേണ്ടി തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, കിട്ടിലും പ്ലാനിങ്ങിലൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഒറ്റ പട്ടിയെ വളർത്തി ഷോയൊക്കെ ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കുട്ടികളൊക്കെ എടുത്ത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തമായിട്ട് കാർ വാങ്ങിയില്ലെങ്കിലും പട്ടിയുടെ ചിലവെങ്കിലും അത് പോകും. പട്ടികളെ തന്നെ അതിൽ നിന്ന് തന്നെ ആ ചിലവിൽ തന്നെ നോക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് മേ ബി കുറച്ച് എക്സ്പെൻസ് നമുക്ക് ഹയർ സൈഡ് വരുമായിരിക്കും. പക്ഷേ ബട്ട് ദെൻ അഗൈൻ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിലൊരു വിഷമമില്ല. നമ്മളിപ്പോൾ ഇത്രയും ഡോഗ്സിനെ വളർത്തണം, കീപ്പ് ചെയ്യണമെന്നൊക്കെ പറയാൻ നമുക്കറിയാം, നമുക്ക് ഈ ഒരു പീരീഡിലേ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെ ഏജും നമ്മുടെ ഒരു ഇതൊക്കെ പ്രയോറിറ്റി ഒക്കെ മാറി വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മോൾക്കൊക്കെ മുമ്പേ അല്ലേ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ഒരുപാട് ഡോഗ്സ്. ഇപ്പം നമ്പേഴ്സ് കൂടിയത് അങ്ങനെയാണ്. ഇപ്പോഴാണ് നമുക്ക് വളർത്താൻ പറ്റുന്നത്. നമുക്ക് പറ്റാതാവുമ്പോൾ നമ്മളത് കുറയ്ക്കും. കുറച്ച് അവളിപ്പോ യൂസ്ഡ് ആണ് ഇവരെല്ലാരുമായിട്ട്. അവർക്ക് അങ്ങനെ ജനിച്ചപ്പോ തൊട്ടേ ഇവരെല്ലാരും കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു പുതുമയില്ല. ചേച്ചിയുടെ ഒരു റുട്ടീൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ എനിക്ക് ഫിക്സഡ് റുട്ടീൻ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. വർക്ക് ഉള്ള സമയത്ത് ഡിഫറെന്റ് ആയിരിക്കും. എവറി ഡേ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. നമ്മളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ പോലെ നമ്മുടെ ഷെഡ്യൂളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളെ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഷെഡ്യൂൾസ് അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ വീട്ടിലുള്ള എല്ലാവരും അഡാപ്റ്റബിൾ ആണ്. ഒരു ചേഞ്ചിന് അങ്ങനെ ഭയങ്കര പ്രശ്നം കാണിക്കാറില്ല. നമ്മുടെ പെറ്റ്സ് ആണെങ്കിലും മോളാണെങ്കിലും ഒന്നും ഒരു ഷെഡ്യൂൾ ചേഞ്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറില്ല. എനിക്ക് നിങ്ങൾ മകളെ വളർത്തുന്ന രീതി ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അടിച്ചു. ഒന്നും ഇങ്ങനെ ഇമ്പോസ് ചെയ്ത് വളർത്തുന്നതായിട്ടോ എന്നാൽ അവളെല്ലാം അറിഞ്ഞു വളരുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒരു പിടിച്ചു കെട്ടി വളർത്തുന്ന ഒരു സംഭവം. നമ്മൾ പണ്ട് നമ്മളെ വളർത്തിയിരുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ ഒന്നും കൂടെ ജോയ്ഫുൾ ആയിട്ടാണ് കുഞ്ഞിനെ വളർത്തുന്നത്. എൻറ്റയർലി ട്രൂ അല്ല. ഡിസിപ്ലിനൊക്കെ ഒരു ബേസിക് ഒരു ഇതൊക്കെ നമ്മൾ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ വേറെ കുറെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പുറത്തു പോയി അങ്ങനെ ബഹളം വെക്കരുത്. വീട്ടിൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായ റെസ്ട്രിക്ട് ചെയ്യാറില്ല. എങ്കിലും പുറത്ത് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം വീട്ടിൽ നിന്നേ കുറച്ച് പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. എനിക്ക് മുതിർന്ന ആൾക്കാരടുത്ത് തിരിച്ച് അങ്ങനെ സംസാരിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. എനിക്ക് പറ്റില്ല, നീ എടുത്തതാ, അങ്ങനെയൊക്കെ റെസ്പെക്ട് ഇല്ലാതെ പറയുന്നത് ഒരു മോശമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാറുണ്ട്. മലയാളമല്ലേ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്കത് റെസ്പെക്ട് ഇല്ലാത്തല്ലോ എടുത്തതാ എടുത്തു പോയി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എടുത്തു പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കൊച്ചുകുട്ടി പറയുമ്പോൾ ഭയങ്കര ഒരുമാതിരി തോന്നും. ഇപ്പൊ എടുത്ത് തരാമോ എന്ന് പറയണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എടുത്ത് വെക്കാമോ എന്ന് പറയണേ. പുതിയൊരു പാരന്റിങ് രീതി വെച്ച് നോക്കുമ്പോൾ ഞങ്ങള് അതുപോലെ അല്ല. കാരണം എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ജെന്റിൽ പാരന്റിങ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള. അവർ എന്ത് ചെയ്താലും എല്ലാം എവറിത്തിങ് ഇസ് ഓക്കെ, കുട്ടി പറയണതാണ് അതിന്റെ അൾട്ടിമേറ്റ്. അങ്ങനെയല്ല, അതല്ല. നോസും ഉണ്ട് യെസും ഉണ്ട്, ബാലൻസ് ചെയ്ത് പോകുന്നു. ഡാൻസ് ക്ലാസ്സിൽ ഒരു അഡ്മിഷന് ഒരു അമ്മയും മോളും വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു 4 വയസ്സുള്ള കുട്ടിയെടുത്ത് ഒരു അമ്മ ഇങ്ങനെ ബെഗ്ഗി ചോദിക്കണം, മോനെ ഞാനൊരു അഡ്മിഷൻ എടുത്തോട്ടെ, മോള് സമ്മതിക്കോ പ്ലീസ്. കുട്ടിക്ക് പറ്റില്ല. അമ്മയുടെ പൊന്നല്ലേ, അമ്മയും കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുക. ഡാൻസ് ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കണോ, അമ്മയ്ക്ക് അഡ്മിഷനും കൂടെ എടുക്കണമെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്ന പ്രായമൊക്കെ ആയവർക്ക്. അങ്ങനെയല്ലേ, നമ്മളൊരു പാത്ത് ഉണ്ടാക്കുക, അവർ അതുവഴി പോകും. അവർക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തെ അവർക്ക് അതിലെല്ലാം ഇൻട്രസ്റ്റ് വരാണെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പെർമിഷൻ മോള് പെർമിഷൻ തരും അമ്മയ്ക്കും കൂടെ ചേരാൻ വേണ്ടിയിട്ട്. ഈ ഫ്രണ്ട് ആവുന്ന എടാ ആ സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കൊച്ചുകുട്ടിക്ക് താങ്ങുമെന്ന കാര്യമേ ചോദിക്കാവൂ. അവർക്ക് ഇഷ്ടമില്ല എന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊച്ചു പിള്ളേർ അമ്മമാര് തന്നിട്ട് ഈ ഡ്രസ്സ് ഇടണ്ട, അത് കൊള്ളൂല. ആലോചിച്ചതുള്ളൂ. അങ്ങനെ ഒരുപാട് കൊച്ചു കുട്ടികളെ ഇപ്പോൾ ഒരു ബോയ് ചൈൽഡ് ആണെന്ന് വിചാരിച്ചു, ഒരു അമ്മ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് കൊള്ളത്തില്ല, അത് മാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികളെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊന്നും എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നാറില്ല. കുട്ടികൾ കുട്ടികളെ പോലെ ഇരിക്കണം. മനസ്സിലായി. ആ ഒരു ഏജ് കവിഞ്ഞുള്ള ഒരു മെച്യൂരിറ്റി, ആ ഒരു സംസാരം ഒന്നും എനിക്ക്. നമ്മളെ കൂടെ ഉള്ള ഫ്രണ്ട് കൊച്ചുചെറുക്കന്മാരൊക്കെ ഉണ്ട്, അനിയന്മാര്, അമ്മമാര് ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാത്തതൊക്കെ. നിങ്ങൾ രണ്ടുപേരും ഫ്യൂച്ചറിസ്റ്റിക് ആണോ? അതായത് നാളെ എങ്ങനെ എന്നുള്ള രീതിയിൽ? കാളയും പശുവിനെ വളർത്തി ഇവിടെ
ആടിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോന്ന് ഫ്യൂച്ചറിസ്റ്റിക് ഒരു അത് പ്രസന്റിൽ ജീവിക്കുന്നവരാണ്. അതെ അതെ പ്രസന്റിൽ ജീവിക്കുന്നത്. പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാളെങ്കിലും ചെറുതായിട്ടെങ്കിലും നാളത്തേക്ക് വേണ്ടി എന്നുള്ളൊരു മൈൻഡുള്ള നാളത്തേക്ക് വേണ്ടി ഫുഡ് അരിയുണ്ടോ, മസാലപ്പൊടി ഉണ്ടോ, ചിക്കൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സേവിങ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. റിലേഷൻഷിപ്പിൽ ഒരാള് പ്രസന്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും, ഒരാള് ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും. നമ്മൾ രണ്ടുപേരിലും നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ചില വിഭാഗങ്ങളിൽ അർജുൻ ചേട്ടൻ പ്രസന്റ് കാര്യങ്ങൾ മാത്രം നോക്കും, ഞാൻ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യും. ചില കാര്യങ്ങളിൽ ഞാൻ ടൂ മച്ച് പ്രസന്റ് കാര്യങ്ങൾ മാത്രം നിൽക്കുമ്പോൾ അർജുൻ ചേട്ടൻ ഫ്യൂച്ചർ. അങ്ങനെ നമ്മളൊരു ബാലൻസ് ആണ്. രണ്ടുപേരും ഫ്യൂച്ചർ ഫ്യൂച്ചർ നോക്കണം. ഫ്യൂച്ചർ ആലോചിച്ച് നമ്മൾ മറ്റേ പിശുക്ക് പോലെ ആയിപ്പോ അങ്ങനെ ചെയ്യാം. മനസ്സിലായി. ആവശ്യത്തിനല്ല. ഓക്കെ. നിങ്ങൾക്ക് ഈ മോളെ വളർത്തുന്നതിൽ ഇപ്പോഴത്തെ ഇതിൽ പോകുമ്പോഴത്തേനും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ, ഇപ്പൊ ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനത്തെ രീതികളൊക്കെ കാണുമ്പോൾ പേടി തോന്നാറുണ്ട്. പേടി തോന്നാറുണ്ട്. ആണ്. ഉണ്ട്. എന്നും പനിയാണ്. സ്കൂളിൽ വിട്ട അപ്പൊ പനി, പനിയല്ലേ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അനുവും ഒന്നും ഒരു പിയർ പ്രഷറിൽ ഒരു കാര്യം വന്ന് ഈ വീട്ടിലൊന്നും പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പം ദാറ്റ് ഷോസ് ഈ ഫാമിലിയിൽ ആ ഒരു പേരന്റിങ് രീതി നല്ലതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അർജുൻ ചേട്ടൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് അതാണ് കറക്റ്റ് കാര്യം എന്ന് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ മനു ഒക്കെ വളർന്നു വന്ന രീതിയിൽ അവർ സ്കൂളിൽ പോയി അവർക്ക് അറിയാലോ ട്രെൻഡ് എങ്ങനെയാണ്, അവരുടെ പിയർ ഗ്രൂപ്പ് എങ്ങനെയാണ്. അത് കണ്ട് എനിക്കത് ഫോളോ ചെയ്യണം എന്നൊരു വാശി അവർ രണ്ടുപേരും വീട്ടിൽ വന്ന് അങ്ങനെ കാണിക്കാറേ ഇല്ല. ഇപ്പൊ നാദുണ്ട്. അപ്പം ഇപ്പൊ മോള് വളർന്നു വന്നോണ്ടിരിക്കുന്നു. ഇവരാരും വേറെ കുറെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങനത്തെ സംസാരം ഇല്ല. അപ്പൊ ഒരു ബാലൻസിൽ പോകുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ. പണ്ടത്തെ നമ്മൾ വളർന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് അറിയുകയൊക്കെ ചെയ്യുമെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ചെയ്യും നമ്മളെ. കുട്ടികളുടെ പിയർ പ്രഷറിനെക്കാട്ടിലും എനിക്ക് പ്രഷർ തോന്നിയിട്ടുള്ളത് ഇപ്പോഴുള്ള ആ പിയർ ഗ്രൂപ്പ് ഓഫ് മോംസ് ഉണ്ടല്ലോ, അവരവരുടെ കുട്ടികളെ നോക്കുന്നത്, എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു, എന്ത് ചോദിച്ചാലും അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ തോന്നുമ്പം എനിക്കൊരു പ്രഷർ തോന്നുന്നു. അപ്പം നമ്മൾ മോശമാണോ, നമ്മൾ കറക്റ്റായിട്ട് ബൗണ്ടറീസ് വെക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോശം. ഇങ്ങനെ കുറെ കൺഫ്യൂഷൻ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ടൂ മച്ച് മറ്റേ ഇങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ജെന്റിൽ, ഈ ബ്രൈബ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയൂലേ, അതിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പക്ഷേ അതൊക്കെ ചെയ്യും. സ്റ്റൈൽ വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പാരന്റിങ് ചെയ്യുമ്പോഴത്തേനും? അവരവരുടെ ഫാമിലിയിൽ അവരവരുടെ സ്റ്റൈലാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ മോളെ ഞാൻ സൗഭാഗ്യം വളർത്തുന്ന കണ്ടിട്ട് വേറൊരാൾ അവരുടെ മോളെ അങ്ങനെ വളർത്തുന്നതിനോട് മീനിങ് ഇല്ല. നമുക്ക് നമ്മുടെ രീതി നമുക്ക് സൂട്ട് ആവുക. നമ്മുടെ മോള് നമ്മളെ കൂടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്ന ആൾക്കാരാണ്. അപ്പം മോള് നമ്മളെ കൂടെ അഡാപ്റ്റ് ആവണമെങ്കിൽ നമുക്ക് എല്ലായിടത്തും കമ്പനി ആയിട്ട് നിൽക്കുന്ന ആളായിട്ട് നിൽക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് അവരുടെ മക്കൾ എല്ലായിടത്തും മിട്ടണം ഇഷ്ടമല്ല, അവരുടെ ആൾക്കാരടുത്ത് മാത്രം മിട്ടണം. ഇപ്പോഴേ എങ്കിൽ അവരുടെ രീതികൾ മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതാണ് നല്ലത്. നമുക്ക് നമ്മുടെ മോൾ നമ്മളെ രീതി ഇരിക്കുന്നതാണ് നല്ലത്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു പാരന്റിങ് അഡ്വൈസ് കൊടുക്കാറേ ഇല്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അത് അങ്ങനെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചുറ്റുപാടൊക്കെ വെച്ചിട്ടേ അവരവരുടെ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു ആംബിയൻസിൽ നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടോ അതുപോലെ നമുക്കൊരു കുട്ടിയെ വളർത്താൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ പറയും, ഇന്ന ആളുടെ മോൾ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുടെ മോൾ ഇങ്ങനെ ചെയ്ത് നല്ല രസമുണ്ട്. പക്ഷെ പിള്ളേരെല്ലാം ദൈവങ്ങളുടെ ഇതല്ലേ. നമുക്ക് എന്തായാലും പിള്ളേരുടെ അടുത്ത് സ്നേഹമേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ നമ്മുടെ അഭിപ്രായം എന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ തന്നെ അവരുടെ മക്കൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. വളരെ അടുത്ത ആൾക്കാരാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്ത എന്തെന്നൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഞാൻ ചോദിക്കാറുണ്ട്. എന്നല്ലാതെ നമുക്കങ്ങനെ വിഷമോ വിരോധമോ അങ്ങനെയൊന്നുമില്ല.